ഫ്രണ്ടിലും ബാക്കിലും സെൻറ്ററിൽ ഇതുപോലെ ബോക്സ് പ്ലീറ്റ് വരുന്ന ഒരു കിഡ്സ് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു കിഡ്സ് ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഒക്കെ കസ്റ്റമർ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ഹാൾട്ടർ നെക്ക് പോലെ വന്നിട്ട് ഒരു സൈഡിൽ മാത്രം ഇതുപോലെ കെട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 26 ആണ് കേട്ടോ. അപ്പോൾ 26ൽ നമുക്കൊരു 5 ഇഞ്ചോളം ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 5 ഇഞ്ച് 26ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് 21 ഇഞ്ചിലാണ് ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 5 ഇഞ്ച് നമ്മൾ പിന്നീട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അറ്റത്തു നിന്നായിട്ട് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഈ ലൈനിൻ്റെ അപ്പുറത്തേക്കായിട്ടാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ അപ്പുറത്തേക്കായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് ഷോൾഡർ ഇവിടെ, കുഞ്ഞിൻ്റെ ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വരുന്നത് 22.5 ആണ്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5.6 സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 5.25 നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇവിടെ മെഷർമെൻറ്റ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം, അതായത് യോക്കിൻ്റെ അവിടുത്തെയാണ് ഞാൻ കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ 5 ഇവിടെ കിട്ടിയേക്കുന്നത്. ഞാനിവിടെ 5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ കൊടുത്തിട്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ താഴത്തേക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് താഴത്തെ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൗണ്ട് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് താഴെ നിന്ന് മുകളിലേക്കായിട്ടൊരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇറക്കം ഞാൻ ആദ്യം ഇവിടെ 2 ഇഞ്ച് തന്നെയാണ് കൊടുത്തത്. പിന്നെ ഞാനത് മാറ്റി ഒരു 1.5 ഇഞ്ച് ആക്കി. കാരണം ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കെട്ട് വരുന്നതുകൊണ്ട് ഒരുപാട് ഇറക്കമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ നെക്ക് ഒരുപാട് വലുതായി പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നീട് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 1.5 ഇഞ്ചാക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഹാൾട്ടർ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ വെച്ചിട്ട് ആം ഹോളിൻ്റെ അങ്ങോട്ടേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് ഈ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല അങ്ങോട്ടേക്കായിട്ട് ഈ നെക്കിൻ്റെ വിഡ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കസ്റ്റമറാണ് എടുത്ത് തന്നേക്കുന്നത്. അത് മെയിൻ മെറ്റീരിയൽ മാത്രം. അതിൻ്റെ ലൈനിങ്ങും പിന്നെ അതിൻ്റെ ലേസ് വെക്കാനുള്ള ലേസൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തെ നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്കും കൂടി ആ ഒരു മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ താഴത്തേക്കുള്ള ഫ്രിൽസ് കട്ട് ചെയ്ത് എടുക്കുവാണ്. 5 ഇഞ്ചിൻ്റെ ഫ്രിൽസാണ് റെഡി ആയിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഒരു 6.5 ഇഞ്ചിൽ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത് പുറത്തേക്കാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തുണിയിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ലൈനിങ്ങിലേക്ക് ട്രേസ് ചെയ്തെടുക്കുമ്പോഴേ കുറച്ചൊരു 1/2 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. കാരണം നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്. ലാസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ 5 ഇഞ്ച് ഫ്രിൽസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ലൈനിങ് തീരെ ചെറുതായിപ്പോവും. അതുകൊണ്ട് ലൈനിങ് ഞാൻ ഈ ഒരു ഫാബ്രിക്കിനേക്കാളും ഈ ടോപ്പ് നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബോക്സ് പ്ലീറ്റ് ഇല്ലേ, ബോക്സ് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 3.5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്റർ പാർട്ടിലേക്ക് ഇതുപോലെ ഈ ഒരു പ്ലീറ്റ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ 2 പ്ലീറ്റ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഓരോ പ്ലീറ്റ് വെച്ചിട്ട് 2 പ്ലീറ്റ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ബാക്കിലെയും ഫ്രണ്ടിലെയും ഈ ഒരു ബോക്സ് പ്ലീറ്റ് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് അടിച്ച് മറിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒരു ബോക്സ് പോലെ ആട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് ലൈനിങ്ങിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് തുണിയുടെ മുകളിലായിട്ട് ഈ നല്ല തുണിയുടെ വശം ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ആദ്യം ആം ഹോൾ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 2 ആം ഹോൾ മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
നമ്മൾ നെക്കിൽ ബാൻഡ് വെക്കുന്ന കാരണം നെക്ക് ഇപ്പോൾ അടിച്ച് മറിക്കുന്നില്ല. അപ്പോൾ ആം ഹോളിൻ്റെ സൈഡ് മാത്രം ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഇപ്പോൾ കാണിക്കുന്ന പോലെ സെയിം ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഭാഗം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നെക്കിൻ്റെ അവിടെ വരുമ്പോൾ ലൈനിങ്ങും മെയിൻ തുണിയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലെ തന്നെ ബാക്ക് പീസും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ തുണി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. അത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ആ ഒരു ഫ്രിൽസ് വെക്കണമല്ലോ. അപ്പോൾ ഫ്രിൽസ് വെക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ലൈനിങ്ങും ഈ മെയിൻ തുണിയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുവാണ്. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നെക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ. നെക്കിൻ്റെ വിത്ത് ആ ഒരു ബാൻഡ് വെക്കണമല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ആദ്യം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരറ്റത്തുനിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു റൗണ്ട് പകുതിയാണ് ഞാൻ നോക്കുന്നത്. 6.25 എനിക്ക് വരുന്നത് ഒരു സൈഡ്. അപ്പോൾ അപ്പുറത്തെ സൈഡും 6.25. അപ്പോൾ രണ്ടും 6.25 കൂടി നമുക്കൊന്ന് പ്ലസ് ചെയ്യണം കേട്ടോ. ഒരു സൈഡാണ് 6.25 കിട്ടിയത്. അപ്പോൾ 2 സൈഡ് ഉണ്ടല്ലോ, ബാക്ക് ഫ്രണ്ടും, അത് 6.25 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 12.5 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് സൈഡിൽ കെട്ടാൻ വേണ്ടി വള്ളി വേണ്ടേ, കുറച്ച് എക്സ്ട്രാ ബാൻഡ് ഇങ്ങനെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ 10.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും കൂടി 10.5 കൂടി 21 ഇഞ്ച്. അപ്പോൾ ഈ 12.5യുടെ കൂടെ നമ്മൾ 21 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ 33.5 ഇഞ്ചാണ് എനിക്ക് ടോട്ടൽ ഈ നെക്കിന് വയ്ക്കാനുള്ള ബാൻഡ് വേണ്ടത്. അപ്പോൾ ഈ തുണി ഞാൻ ഡബിളായിട്ട് മടക്കിയിട്ടേക്കുവാണ്. നമുക്ക് വേണ്ടത് 33.5 ഇഞ്ചാണ് മൊത്തത്തിൽ വേണ്ടത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 16.25. 16.25 കൂടെ 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പും കൂടി, 1 ഇഞ്ച് വേണ്ട, ഒരു അരമുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാൻഡിൻ്റെ വിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പീസിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ ഒരു പ്രാവശ്യം മടക്കിയാൽ മതി. ഒരു പ്രാവശ്യം ഇതുപോലെ മടക്കിയിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അറ്റം വരെ ഒന്ന് 1/4 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 10.5 ഇഞ്ച് കെട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് 10.5 ഇഞ്ച് ഇതുപോലെ ബാൻഡിൻ്റെ രണ്ടറ്റത്ത് ഇതുപോലെ 10.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇടണേ. ഈ 10.5 ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗമാണ് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച്, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 10.5 ഇഞ്ച് 2 സൈഡിൽ നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ആ 10.5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് നെക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ഫ്രണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അളവിനനുസരിച്ചല്ല, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചീത്തവശത്തു നിന്നാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. ആ 10.5 ഇഞ്ച് വിട്ടിട്ടില്ലേ, അത് നമ്മൾ നെക്കിൻ്റെ ഒരു അറ്റത്തേന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ അറ്റത്തേക്ക് വരിക. ഇപ്പുറത്തെ അറ്റത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡില്ലേ, മറ്റേ നെക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അത് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ട്, ഈ ബാൻഡിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ചൊക്കെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് വേറൊരു മോഡലാണ്. ഈ ഒരു മോഡലിൽ വിട്ട് നമ്മൾ ഗ്യാപ്പ് ഇടുന്നില്ല. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നെക്കിൻ്റെ റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാൻഡിൻ്റെ രണ്ട് അറ്റം ഒരു 1/4 ഇഞ്ച് അകത്തേക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മൾ മറന്നുപോയതാണ്. 2 അറ്റം ഇതുപോലെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ മടക്കണം. അറ്റഭാഗം ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് അടിക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ച് അടിക്കുകയാണ്. ഒരുപാട് വലിച്ചു പിടിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ നമ്മൾ ചുളിവുകൾ വീഴും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫിനിഷിങ് കിട്ടില്ല. ഇതുപോലെ പതുക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ്. നെക്കിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് മറച്ച് വെച്ചിട്ട്, ആ സ്റ്റിച്ചിങ് ഒക്കെ മറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു കിഡ്സ് ഫ്രോക്കാണ്. കിഡ്സ് വലിയ ആൾക്കാർക്ക് ഇടുന്നുണ്ട്, പക്ഷേ ഇത് കിഡ്സിന് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ അറ്റത്ത് വരുമ്പോഴും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ പാർട്ട് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രിൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെട്ടി വെച്ചില്ലേ ഒരു 6.5 ഇഞ്ചിൻ്റെ, അതിൻ്റെ അടിഭാഗം ഇതുപോലെ താഴ്ഭാഗം ഒരു സൈഡ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് നമുക്ക് ഞൊറി വിട്ട് കൊടുക്കണം. അതിന് ഞാൻ മെഷീനിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഈയുടെ സ്റ്റിച്ച് ലെങ്ത്ത് ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ 5ലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിൽസ് അതായത് പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിന് കൂടുതൽ തുണി വേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും ഈ ഗ്യാദേഴ്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ ആ ഒരു വിഡ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഞൊറിവ് ഇടാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്, തുണി കുറവായത് കാരണമാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിനൂല് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗമില്ലേ അതിൻ്റെ വിട്ടിനനുസരിച്ച് ഒന്ന് ഞൊറിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് തുണിയുടെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലേസ് ഞാൻ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിട്ടില്ലേ പ്ലീറ്റ്സ്, അതിൻ്റെ ആ മുകളിലായിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് വരത്തക്ക വിധത്തിലാണ് ഈ ഒരു ലേസ് ഞാൻ പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പിടിപ്പിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ലൈനിങ് ഇല്ലേ, ലൈനിങ്ങിൽ മുട്ടാതെ നോക്കണം കേട്ടോ. ഈ ഒരു എക്സ്ട്രാ പീസിൽ മാത്രമായിട്ടാണ് ഈ ലേസ് വരുന്നത്. ലേസ് ഫുൾ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ലൈനിങ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഒന്ന് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് വരെ ഉള്ളൂ ആ ഒരു മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ച് വരത്തക്ക വിധത്തിൽ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം. ഞാൻ ഈ ഫ്രോക്കിന് വാങ്ങിച്ചേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 380 ആണ്. ഇന്ന് ലൈനിങ് ചാർജ് ഞാൻ തന്നെയാണ് എടുത്തത്, പിന്നെ ലൈനിങ് ഞാനാണ് എടുത്തത്, പിന്നെ അതിൻ്റെ ലേസിൻ്റെ ചാർജ് എല്ലാം കൂടി കൂട്ടിയാണ് കേട്ടോ 380 റുപ്പീസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഞാൻ ഏതെങ്കിലും മോഡൽ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.